ഗൈസ്, അപ്പൊ ഇന്ന് നമ്മളിത് ഒരു കിടിലൻ 4 മണി പലഹാരം തയ്യാറാക്കാൻ പോവാണ്. അമ്മച്ചിയുടെ ചാനൽ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവാം. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ നമ്മൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 2 പഴം പുഴുങ്ങിയത്, ഏത്തപ്പഴം പുഴുങ്ങിയത്, കുറച്ച് അവല് ചൂടാക്കി എടുത്തത്, പിന്നെ കപ്പലണ്ടിയും മുന്തിരിയും കൂടി വറുത്തെടുത്തത്, വേറെ കാഷ്നട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം, കുഴപ്പമില്ല. ഇത് കുറച്ച് ശർക്കര, പിന്നെ കുറച്ച് തേങ്ങാപ്പീര, പിന്നെ തേങ്ങാപ്പാല് പിഴിഞ്ഞതാണ് ആവശ്യത്തിന് എടുക്കാൻ. അത് മറ്റേ പശുവും പാലാണെങ്കിലും എടുക്കാം, പിന്നെ നെയ്യ്. അപ്പൊ നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം ഏത്തപ്പഴം പുഴുങ്ങിയത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്യാൻ പോവാം. ഇത് നല്ലവണ്ണം കുഴച്ച് മിക്സ് ആക്കി എടുക്കാം. 2 പഴമാണ് എടുത്തിരിക്കുന്നത്. 2 പഴം നല്ലവണ്ണം ഇതിനകത്ത് മിക്സ് ചെയ്ത് നമുക്കിനി ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ എടുത്ത് നമുക്ക് ഒഴിക്കാം. പശുവും പാലും നമുക്ക് ഒഴിക്കാം, അതായത് മിൽമയുടെ പാൽ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യാൻ പോകും. അപ്പൊ ഇത് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം പാലൊഴിക്കാൻ, കൂടി പോകരുത്. കുഴയ്ക്കുന്ന സമയത്ത് അത് ആവശ്യമുള്ളത്ര ഒഴിച്ച് കുഴച്ചെടുക്കുക. അപ്പൊ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് നെയ്യ് കൂടി ചേർക്കാൻ പോവാണ്. നെയ്യും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് കുറച്ച് ഉരുക്കി എടുക്കുവാണ്. അപ്പൊ നമ്മൾ 1 സ്പൂണ് നെയ്യ് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഇത് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ മതിയോ? അപ്പൊ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ മിച്ചം വന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളതേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. അപ്പം നമ്മൾ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ആവശ്യമുള്ളത്. അപ്പൊ നമ്മളത് ഉണ്ടയാക്കി വെച്ച് നല്ല മണം വരുന്നുണ്ട്. അപ്പൊ ഇനി ഇത് ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കി വേണ്ട സാധനങ്ങൾ മിക്സ് ചെയ്യാം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതെല്ലാം കൂടി എടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സിമ്പിള്. ആദ്യം ശർക്കര, കിസ്മിസ്. കിസ്മിസ് എന്ന് പറയുമ്പോൾ നമ്മളിത് കാഷ്യൂനട്ടാണ് കിസ്മിസിന് വേണ്ടത്. പക്ഷെ നമ്മളിപ്പോ കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇതാണ് ചേർത്താൽ മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഗ്രീൻ പീസ് വറുത്ത് വേണമെങ്കിലും ചേർക്കാം. അല്ല, അപ്പൊ ഇത് നമുക്ക് വേണ്ട ഗൈസ്, ഞാൻ അറിയാണ്ട് ഇതിനകത്ത് വെച്ചാണ്. അപ്പൊ നമുക്കിനി അവല് ഇതിനകത്തോട്ട് ചേർക്കാം, പിന്നെ തേങ്ങാപ്പീര്. അപ്പം സിമ്പിൾ ആയിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നല്ലവണ്ണം കുഴച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി അവല് ഞങ്ങൾ എടുത്തു. ആദ്യം കുഴച്ച് വന്നപ്പം കുറച്ച് കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവല് കുറച്ചുകൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിന് 2 വാഴയിലൊക്കെ വെട്ടി അരി ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മാവ് ഏകദേശം നല്ല സോഫ്റ്റായി. ഇനി നമുക്ക് ഈ മാവെടുത്ത് ഇലയിലേക്ക് പരത്താം. അപ്പൊ ഇലയിന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഇലയിൽ പുരട്ടി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് ഇതിൽ വിട്ടു പോരും പെട്ടെന്ന്. ഇല്ലെങ്കിൽ ആ ഇലയിലൊട്ടി പിടിച്ചിട്ട് പിരിക്കാൻ ചാൻസ് ഉണ്ട്. പരത്താൻ നേരവും ചിലപ്പോ അതിനകത്ത് എളുപ്പമായിരിക്കും. അപ്പൊ ഈ മാവിന്റെ പകുതി എടുത്ത് ഒരിലയില് പരത്തണം. പകുതി എടുത്തില്ല ഞാനിപ്പോ. പകുതി എടുത്തു. പകുതി എടുത്ത് ഒരിലയില് പരത്തി നല്ലോണം എടുക്കണം. അപ്പൊ നമ്മളിത് ഇഡലി പാത്രത്തിൽ ആവി കയറ്റിയിട്ടാണ് വേവിച്ചെടുക്കണം. അപ്പൊ ആവി കയറ്റേണ്ട 1 പീസ് നമുക്ക് അതിന്റെ ആ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ഈ പരത്തിയ പീസ് ഇല പൊട്ടാതെ വേണം അങ്ങോട്ട് ഇടാനായിട്ട്.
അപ്പം അങ്ങോട്ടത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന സെറ്റായി. മാവ് നമുക്ക് ഇതിനകത്തോട്ട് അടുത്ത ഇലയിലോട്ട് കൂടി പരത്തി ഇതുപോലെ എടുക്കാം. അപ്പൊ ദേ നമ്മൾ 2 ഇലയില് പരത്തിയെടുത്ത് ഇനി ഇതിന്റെ നടുക്കോട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത അവലും ശർക്കര കപ്പലണ്ടി തേങ്ങാപ്പീരയൊക്കെ ഇട്ട് വെച്ചത് അത് ഇതിനകത്തേക്ക് ഇടാം. അപ്പൊ ഈ ആവി കയറ്റേണ്ട പാത്രം ഏതാണോ അതിനകത്തേക്ക് വേണം ഇടാൻ. മറ്റേത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കമത്തി ഇടാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മള് അവല് നല്ലവണ്ണം ഒരെണ്ണത്തിലാക്കി ഇനി ഈ സംഭവം നമ്മൾ ഇതിലോട്ടൊക്കെ മൂടാൻ പോവാം. ഒന്നും നോക്കണ്ട. ഓക്കെ, ഇനി നല്ലോണം പ്രസ് ചെയ്തേ. ആയിട്ടാണ് ഇരിക്കണേന്ന് ഞാൻ നോക്കട്ടെ. മേളത്തെ ഇച്ചിരി വലിപ്പം കൂടുതലല്ലേ, അത് താഴെ വെച്ചാൽ മതിയായിരുന്നു. സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇനി ആവി കയറ്റണം. ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ച് നമുക്കിത് ആവി കയറ്റാം. അപ്പം നമ്മുടെ 4 മണി പലഹാരം അവസാനത്തെ സ്റ്റെപ്പ് ഇതിനെ നോക്കും. മറിഞ്ഞില്ല, ചരിഞ്ഞ് അതങ്ങനെയല്ലായിരുന്നു. അതല്ലൊരു പാങ്ങിടണം. ഇനി ഇതൊന്ന് ആവിയേറ്റി എടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ സീനൊന്നുമില്ല. ആയിക്കോ. അയ്യോ ഈ വാഴനെ പൊക്കാൻ പറ്റും. പോയാ മുക്കേ മൂന്നും പോലെ പിടിക്കണം. അതെ, സൗണ്ട് പിടിക്കല്ലേ അവിടെ എന്തെങ്കിലും. അതൊരു പാങ്ങിനിടണം, വെറുതെ കയറത്തില്ല. കയറിയാ മതി, പക്ഷെ മതിയാക്കിരിക്കാതെ ആവി ഇത്ര ഇങ്ങനെ വെച്ചല്ലേ. ഞാൻ വെച്ചോ. ഈ തണ്ടിച്ചിരി കണ്ടിട്ടാണ് മതി, പ്രശ്നം. ഓക്കെ, അപ്പൊ നമുക്കിത് ആവി കയറ്റാം ഒരു 20 മിനിറ്റ്. അപ്പൊ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് ആവി കയറ്റി ഒരു 10 മിനിറ്റ് ഞങ്ങൾ തണുപ്പിച്ച് പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി ഈ ഒരു പാത്രത്തിൽ വെച്ച്. അപ്പൊ നമുക്കിത് തുറന്നു നോക്കാം. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു മുന്തിരി വേഗം. അതെ, നമുക്കിനി ഇത് കട്ട് ചെയ്യാം. ഫോട്ടോ എടുക്കണം. അതെ, കട്ട് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. നമുക്ക് തമ്പനയിൽ എടുക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഫോണൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ തമ്പനയിൽ എടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്യാൻ മതി. വാഴയുടെ പാടൊക്കെ ഇതുണ്ടോ, വാഴയുടെ തണ്ടിന്റെ പാടൊക്കെ നമുക്കിത് കറക്റ്റ് കേക്ക് കട്ട് ചെയ്യുന്ന പോലെ പകുതി വെച്ച് കട്ട് ചെയ്യാം. ചൂടുണ്ട്, ഉള്ളു തണുത്തിട്ടില്ല. നമ്മളൊന്ന് വലിയ ടേസ്റ്റ് അവര് ടേസ്റ്റ് ഉണ്ടോ? ആണെല്ലാരും അടിപൊളിയായിരിക്കും. ചൂടുണ്ട്, ചൂടില്ലേ? ഒരു കുറച്ചു നേരം തണുത്ത കഴിച്ചു നോക്കാം. ടേസ്റ്റ് മധുരം ഇച്ചിരി കൂടി കുറവായിരുന്നെങ്കിൽ ഒന്നും നല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. കഴിക്കത്തില്ല. നല്ല ടേസ്റ്റുണ്ടോ? പിടിക്കാൻ പറ്റുന്നത് കുറച്ച് തണുത്തിട്ട് പതുക്കെ കഴിച്ചാൽ മതി, വലിയ തിടുക്കൊന്നുമില്ല. അങ്ങനെ നല്ല ടേസ്റ്റ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അടിപൊളിയാണ്. നമ്മൾ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് ഈ പുറത്തെ ഈ ഭാഗം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും. അകത്തുനിന്ന് അവലിൻ്റെയും നമ്മുടെ കപ്പലണ്ടി കാണിട്ട് മറ്റേ കശുവണ്ടി ഉണ്ടെങ്കിൽ ഇടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചെയ്ത വീഡിയോയിൽ ഗ്രീൻ പീസും പരിപ്പും, പക്ഷെ പരിപ്പ് അടിപൊളിയാണ് ഇതിന്റെ കൂടെ. അപ്പം പരിപ്പും ഗ്രീൻ പീസും കൂടി മിക്സ് ചെയ്ത് ചേർക്കണം. അപ്പൊ അടിപൊളി. അപ്പൊ ആ വീഡിയോ ഞാൻ എന്തായാലും ഇതിന്റെ താഴെ കൊടുത്തേക്കാം. അത് കണ്ടിട്ടില്ല, അതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ
അടിപൊളിയായിരിക്കും. പഴത്തിന്റെ ടേസ്റ്റും നല്ല പഴുത്ത പഴം തന്നെ എടുക്കാം. നമുക്ക് 4 മണിപ്പലഹാരം അടിപൊളിയായി. സമയം 4:30 കഴിയുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടാറ്റാ.